ഇന്ത്യയിൽ മതപരിവർത്തനത്തിൻ്റെ പേരിൽ ക്രിസ്തീയ സുവിശേഷ പ്രവർത്തകരും കന്യാസ്ത്രീകളുമൊക്കെ നിരന്തരമായി ആക്രമിക്കപ്പെടുന്നു. ബജ്രംഗദൾ പോലെയുള്ള തീവ്രവാദ ഹൈന്ദവ സംഘടനകൾ ക്രൈസ്തവർക്കെതിരെ സംഘടിക്കുന്നു, നിയമവിരുദ്ധമായ ആൾക്കൂട്ട വിചാരണകൾ നടത്തുന്നു, ക്രൂരമായി മർദ്ദിക്കുന്നു. സംരക്ഷണം നൽകേണ്ടുന്ന പോലീസ് അക്രമികൾക്ക് കൂട്ടുനിൽക്കുന്നു. സുവിശേഷ പ്രവർത്തകർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസെടുക്കുന്നു. ന്യായം നോക്കേണ്ടുന്ന കോടതിയാണെങ്കിൽ ജാമ്യം പോലും നൽകാൻ മടിക്കുന്നു. അതേസമയം ഇന്ത്യയിൽ മതപരിവർത്തനത്തെ എതിർക്കുന്ന ഇതേ ഹൈന്ദവ സംഘടനകൾ ലോകം മുഴുവൻ മിഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. അങ്ങനെ അവർ ലക്ഷക്കണക്കിന് പാശ്ചാത്യരെ മതം മാറ്റി ഹൈന്ദവരാക്കുന്നു. അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന പ്രധാനമായ മാർഗം യോഗയാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ലോകം മുഴുവൻ മതപരിവർത്തനം നടത്തി ഹൈന്ദവ മിഷണറിമാർ എന്ന പേരിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ധാരാളം ആളുകൾ കണ്ടു. അവരിൽ പലരും ആവശ്യപ്പെട്ട 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്, ആ വീഡിയോയുടെ ഹിന്ദി ഇംഗ്ലീഷ് പരിഭാഷകൾ എത്രയും വേഗം തയ്യാറാക്കി അപ്ലോഡ് ചെയ്യണമെന്നുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഒരു വീഡിയോ ഇതിനകം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതുപോലെ ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. പ്രേക്ഷകർ ആവശ്യപ്പെട്ട 2ാമത്തെ കാര്യം യോഗയെക്കുറിച്ച് സമഗ്രമായൊരു വീഡിയോ വേണമെന്നുള്ളതായിരുന്നു. ഈ വീഡിയോയിൽ എന്താണ് യോഗ, യോഗയുടെ ഉത്ഭവം എങ്ങനെയാണ്, യോഗ വെറുമൊരു വ്യായാമ മുറ മാത്രമാണോ, യോഗയിൽ മറഞ്ഞിരിക്കുന്ന അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഒരു ക്രിസ്ത്യാനിക്ക് യോഗ ചെയ്യാൻ സാധിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ലളിതമായ ചില ഉത്തരങ്ങൾ തേടുകയാണിവിടെ. ഒരു കാര്യം കൂടെ ഓർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ നിങ്ങളുടെ സ്നേഹിതർക്കും സഭാ ഗ്രൂപ്പുകളിലുമൊക്കെ ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. വിഷയത്തിലേക്ക് മടങ്ങി വരാം. 2023 ആഗോള യോഗ വിപണി ഏകദേശം $107 ബില്യൺ മൂല്യമാണുള്ളത്. 2030 ആകുമ്പോഴേക്ക് ഇത് $200 ബില്യൺ ആയി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര യോഗാ ദിനം സ്ഥാപിച്ചത് യോഗയുടെ ആഗോള സ്വീകാര്യത വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇന്ത്യയുടെ ഒരു സോഫ്റ്റ് പവർ നയതന്ത്രത്തിൻ്റെ വിജയമായി അതിനെ എല്ലാവരും കണക്കാക്കുന്നു. പുറമേ കാണുമ്പോൾ മാനസികവും ശാരീരികവുമായ ആരോഗ്യ സംരക്ഷണത്തിന് ഉപകാരപ്പെടുന്ന തികച്ചും ലളിതമായ വ്യായാമ മുറകളാണ് യോഗയിലുള്ളത്. വെൽനസ് ടൂറിസം, യോഗ പരിശീലനം, കോർപ്പറേറ്റ് വെൽനസ് പ്രോഗ്രാമുകൾ എന്നിവയ്ക്കൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിൽ അഭൂതപൂർവമായ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ യോഗ എന്ന ഇരയിലൂടെ ഹൈന്ദവ ആത്മീയതയിലേക്കും മതത്തിലേക്കും തങ്ങൾ ആകർഷിക്കപ്പെടുകയാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാതെയാണ് ബഹുഭൂരിപക്ഷം ആളുകളും ഈ കെണിയിൽ ചെന്ന് വീഴുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനിയുടെ മുൻപിൽ ഒരു വലിയ ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. യോഗ വെറും ഒരു ശാരീരിക വ്യായാമം മാത്രമാണോ, അതോ ഇതിൻ്റെ പിന്നിൽ നമുക്കറിയാത്ത എന്തെങ്കിലും ആത്മീയമായ അപകടം ഒളിഞ്ഞിരിപ്പുണ്ടോ? ഒരു ക്രിസ്ത്യാനിക്ക് യോഗ ചെയ്യാമോ? നമ്മുടെ വിശ്വാസത്തെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം തേടാം. യോഗയെക്കുറിച്ച് മനസ്സിലാക്കാൻ അതിൻ്റെ വേരുകളിലേക്ക് നമ്മൾ ആദ്യം പോകണം. യോഗ വെറും ഒരു വ്യായാമമല്ല, മറിച്ചൊരു ജീവിത രീതിയാണ്. യോഗ എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം ചേരുക അല്ലെങ്കിൽ ഒന്നിപ്പിക്കുക എന്നാണ്. അപ്പോൾ അടുത്ത ചോദ്യം ഉയരും, ആരുമായാണ് ഒന്നിപ്പിക്കുന്നത്? യോഗയുടെ പുരാതന ഗ്രന്ഥങ്ങൾ വ്യക്തമായി പറയുന്നു, ഒരു വ്യക്തിയുടെ ആത്മാവിനെ പ്രപഞ്ചത്തിൻ്റെ ആത്മാവുമായി അല്ലെങ്കിൽ ഒരു സാർവത്രിക ബോധവുമായി ലയിപ്പിക്കുക എന്നതാണ് യോഗയുടെ പരമമായ ലക്ഷ്യം. ഇവിടെ വളരെ ലളിതമായ മറ്റൊരു ചോദ്യം ഉയർന്നു വരാം. നമ്മുടെ ആത്മാവിനെ പ്രപഞ്ച സൃഷ്ടിതാവായ സ്നേഹനിധിയായ ദൈവവുമായി ഒന്നിപ്പിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ തെറ്റാകും? അതെങ്ങനെയാണ് ക്രൈസ്തവ വിരുദ്ധമാകുന്നത്? ഇവിടെയാണ് ഓരോ ക്രിസ്തുവിശ്വാസിയും യോഗയുടെ അപകടം തിരിച്ചറിയേണ്ടത്. ബൈബിൾ പഠിപ്പിക്കുന്നത് പാപം മൂലം മനുഷ്യവർഗം ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നാണ്. മനുഷ്യന് തിരികെ ദൈവത്തിലേക്ക് എത്തുവാനുള്ള ഏക വാതിൽ യേശുക്രിസ്തുവാണെന്ന് ബൈബിൾ ഉറപ്പോടെ പഠിപ്പിക്കുന്നു.
യേശുക്രിസ്തുവിൻ്റെ കാൽവറിയാഗത്തിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ഒരു ശാരീരിക വ്യായാമം കൊണ്ടോ കർമ്മം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ നേർച്ച കൊണ്ടോ പുണ്യസ്ഥലങ്ങളിലേക്കുള്ള സന്ദർശനം കൊണ്ടോ ഒന്നും ഒരു വ്യക്തിക്ക് ദൈവവുമായി ബന്ധമുണ്ടാക്കുവാൻ സാധ്യമല്ലെന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ യോഗയിലൂടെ നാം ഒന്നിക്കുന്നത് മറ്റേതോ ഒരു ശക്തിയുമായിട്ടാണെന്ന് ഉറപ്പായും മനസ്സിലാക്കാം. അത് സത്യദൈവത്തോട് എതിർത്ത് നിൽക്കുന്ന ഏതോ ഒരു ശക്തിയാണെന്നും തിരിച്ചറിയുക. ഇനി യോഗയുടെ ചരിത്രത്തിലേക്ക് വന്നാൽ, യോഗ വെറും ഒരു വ്യായാമമായി തുടങ്ങിയതല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഹൈന്ദവ ആരാധനയുടെയും മതപരമായ അനുഷ്ഠാനങ്ങളുടെയും അഭിവാജ്യ ഘടകമായാണ് യോഗ രൂപപ്പെട്ടത്. യോഗയുടെ ഓരോ ചലനത്തിനു പോലും, എന്തിനേറെ ശ്വസനക്രമത്തിനു പോലും ആത്മീയമായ അർത്ഥങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് സിന്ധു നദീതട സംസ്കാര കാലഘട്ടത്തിലാണ് യോഗയുടെ ആരംഭമെന്ന് കരുതപ്പെടുന്നു. പിന്നീട് വേദകാലഘട്ടത്തിലും ഉപനിഷത്തുകളിലും കൂടെ യോഗയുടെ തത്വങ്ങൾ വളർന്നു വന്നു. ഭഗവത്ഗീതയിൽ യോഗയെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. പതഞ്ജലിയുടെ യോഗാസൂത്രങ്ങൾ എന്ന ഗ്രന്ഥവും യോഗയ്ക്ക് ചിട്ടയായ ഒരു രൂപം നൽകി. കാലക്രമേണ ആസനങ്ങൾക്കും പ്രാണായാമത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഹഠയോഗം പോലുള്ള സമ്പ്രദായങ്ങൾ ഉടലെടുത്തു. അങ്ങനെ ആഴത്തിലുള്ള ഒരു ആത്മീയ അടിത്തറയിൽ ഊന്നി നിന്നുകൊണ്ട് ശാരീരിക വ്യായാമത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു രീതിയിലേക്ക് യോഗ പതുക്കെ വളർച്ച പ്രാപിച്ചു. യോഗ അടിസ്ഥാനപരമായി ഒരു ഹൈന്ദവ ആരാധനയാണ്. ഇന്ന് ലോകം യോഗയെ ഒരു ആരോഗ്യമാർഗമായി മാത്രം കാണുമ്പോൾ അതിൻ്റെ യഥാർത്ഥ മതപരമായ വേരുകളെക്കുറിച്ച് പലരും അറിവില്ലാത്തവരാണ്. യോഗ ഹൈന്ദവ ആരാധനയുടെ ഭാഗമാണെന്ന് 4 പ്രധാന കാരണങ്ങളിലൂടെ നമുക്ക് തിരിച്ചറിയാം. ഒന്നാമതായി, യോഗയുടെ അടിസ്ഥാന തത്വങ്ങൾ ഹൈന്ദവ ദർശനങ്ങളാണ്. യോഗ എന്നത് ഹിന്ദു തത്വചിന്തയിലെ 6 പ്രധാന ദർശനങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ യോഗയുടെ ഓരോ മുറകളും ഹൈന്ദവ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, യോഗയിലെ മന്ത്രങ്ങളും പ്രാർത്ഥനകളുമാണ്. ഓം, ശാന്തി തുടങ്ങിയ മന്ത്രങ്ങൾ യോഗയിൽ സാധാരണമായി ഉപയോഗിക്കുന്നവയാണ്. ഓം എന്നത് ഹിന്ദു മതത്തിലെ ഈശ്വരൻ്റെ പ്രതീകമായി കണക്കാക്കാവുന്ന ആദിശബ്ദമാണ്. മൂന്നാമത്തെ കാര്യം, യോഗയിലെ ആസനങ്ങളാണ്. സൂര്യ നമസ്കാരം എന്നത് സൂര്യദേവനെ ആരാധിക്കുന്ന, പൂജിക്കുന്ന ഒരനുഷ്ഠാനമാണ്. അതുപോലെ നിരവധി ആസനങ്ങൾ, ഇവയെല്ലാം ഹൈന്ദവ ദൈവങ്ങളെ ആരാധിക്കുന്നതിൻ്റെ ഭാഗങ്ങളാണ്. നാലാമത്തേത്, ചക്രങ്ങളും കുണ്ടലിനിയും. യോഗയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ശരീരത്തിലെ ഊർജ കേന്ദ്രങ്ങളായ ചക്രങ്ങളെ ഉണർത്തി കുണ്ടലിനി ശക്തിയെ ഉണർത്തുക എന്നുള്ളതാണ്. ഈ ആശയങ്ങളെല്ലാം ഹൈന്ദവ ആത്മീയതയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും മറന്നു പോകരുത്. ഇവിടെ അല്പം വിശദീകരിക്കേണ്ടതുണ്ട്. കുണ്ടലിനി ശക്തി എന്നത് ഓരോ വ്യക്തിയിലും നട്ടെല്ലിൻ്റെ ഏറ്റവും താഴെ മൂലാധാര ചക്രത്തിൽ ഒരു സർപ്പത്തെ പോലെ 3.5 ചുറ്റായി ചുരുണ്ടു കിടക്കുന്ന ഒരു ദിവ്യമായ ഊർജമാണ്. ഇത് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ കൊടികൊള്ളുന്ന അടിസ്ഥാനപരമായ ജീവശക്തിയായി കണക്കാക്കപ്പെടുന്നു. യോഗാഭ്യാസത്തിലൂടെയും ധ്യാനത്തിലൂടെയും ഈ ഊർജത്തെ ഉത്തേജിപ്പിക്കുവാൻ സാധിക്കും. കുണ്ടലിനി ഉണരുമ്പോൾ അത് നട്ടെല്ലിനുള്ളിലെ സുഷുമ്നാ നാഡിയിലൂടെ മുകളിലേക്ക് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു. ഈ യാത്രയിൽ അത് മൂലാധാരം മുതൽ ശരീരത്തിലെ സഹസ്രാര ചക്രം വരെയുള്ള 7 പ്രധാന ചക്രങ്ങളിലൂടെ കടന്നു പോകുന്നു. സഹസ്രാര ചക്രം എന്നുള്ളത് 1000 ദളങ്ങളുള്ള താമരയായി കണക്കാക്കുക. ഓരോ ചക്രവും കടന്നു പോകുമ്പോഴും പുതിയ അനുഭവങ്ങളും ആത്മീയ ഉണർവും യോഗ ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുന്നു. യോഗയോടൊപ്പമുള്ള പ്രാണായാമം അല്ലെങ്കിൽ ശ്വസന നിയന്ത്രണം, ധ്യാനം, പ്രത്യേക ക്രിയകൾ എന്നിവയാണ് കുണ്ടലിനിയെ ഉണർത്താൻ ഉപയോഗിക്കുന്ന പ്രധാന രീതികൾ. ഈ പ്രക്രിയ വളരെ സാവധാനവും ഗുരുവിൻ്റെ മാർഗനിർദ്ദേശത്തോടെയും ചെയ്യേണ്ട ഒന്നാണ്. അല്ലാത്ത പക്ഷം
ദോഷകരമായ ഫലങ്ങൾ ഇതിനുണ്ടാകാമെന്നും ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിന് ശിവനുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഹിന്ദു തത്വചിന്തയിൽ കുണ്ടലിനി ശക്തിയെ ദിവ്യമായ സ്ത്രീ ഊർജമായ ശക്തിയായി കണക്കാക്കുന്നു. ഈ ശക്തി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപരമായ ഭാവമാണ്. ശിവനെയും പാർവതിയെയും ശിവശക്തി അല്ലെങ്കിൽ അർദ്ധനാരീശ്വര സങ്കല്പമായി കണക്കാക്കുന്നു. ഇതവരുടെ അഭേദ്യമായ ബന്ധത്തെ പ്രതീകവൽക്കരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ശിവൻ ശരീരത്തിലെ ജീവശക്തിയും അല്ലെങ്കിൽ പ്രാണൻ, പാർവതി സൃഷ്ടിപരമായ ഊർജവുമാണ് അല്ലെങ്കിൽ ശക്തിയാണ്. കുണ്ടലിനി ഉണർത്തലിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഈ ഊർജം ശിരസിലെ 1000 ദളങ്ങളുള്ള സഹസ്രാര ചക്രത്തിൽ എത്തുക എന്നുള്ളതാണ്. ഈ അവസ്ഥയെ സമാധി എന്ന് വിളിക്കുന്നു. ഇത് ശിവന്റെയും പാർവതിയുടെയും അതായത് പ്രാണന്റെയും ശക്തിയുടെയും ഐക്യത്തെ പ്രതീകവൽക്കരിക്കുന്നു. ശിവൻ ശിരസിൽ സർപ്പത്തെ ധരിച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്ന ചിത്രം കുണ്ടലിനി ശക്തി സഹസ്രാര ചക്രത്തെ ഉണർത്തിയ അവസ്ഥയെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇത് യോഗായാത്രയുടെ പൂർത്തീകരണത്തെയും പരമമായ ബോധത്തെയും സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ കുണ്ടലിനി ശക്തി എന്നത് ഓരോ വ്യക്തിയിലും ഉറങ്ങിക്കിടക്കുന്ന ഒരു സർപ്പരൂപത്തിലുള്ള ദിവ്യ ഊർജമാണ്. യോഗാഭ്യാസങ്ങളിലൂടെ അതിനെ ഉണർത്തി ചക്രങ്ങളിലൂടെ മുകളിലേക്ക് നയിച്ച് ശിരസിലെ സഹസ്രാരത്തിൽ എത്തിക്കുമ്പോൾ അത് ശിവനുമായി ഒന്നിക്കുകയും സമാധി എന്ന ആനന്ദകരമായ അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇതാണ് യോഗയിലൂടെ സാധ്യമാകേണ്ടത്. ഇവിടെ ഒരു ക്രിസ്തുവിശ്വാസിക്ക് ക്രിസ്തുവിനെ ഉപേക്ഷിക്കാതെ ശിവനുമായി ലയിച്ചു ചേരുന്ന ഈ യോഗ എങ്ങനെ ചെയ്യാനാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. യോഗയുടെ വാണിജ്യവൽക്കരണത്തിലൂടെ യോഗയുടെ യഥാർത്ഥ ആത്മീയ മുഖത്തെയും അതിൻ്റെ അപകടങ്ങളെയും വിദഗ്ധമായി മറച്ചു വയ്ക്കുകയാണ്. ഉദാഹരണത്തിന് യോഗയിൽ ഉപയോഗിക്കുന്ന സൂര്യ നമസ്കാരം എന്നത് ഹിന്ദു ദേവനായ സൂര്യനെ ആരാധിക്കുന്ന ഒരു ചടങ്ങാണ്. യോഗയിൽ ഉച്ചരിക്കപ്പെടുന്ന ഓം എന്നത് ഹൈന്ദവ ആരാധനാ മന്ത്രമാണ്. ശരീരത്തിലെ ചക്രങ്ങളെ ഉണർത്താനും കുണ്ടലിനി എന്ന ആത്മീയ ഊർജത്തെ സജീവമാക്കാനുമാണ് പല യോഗാമുറകളും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് തിരിച്ചറിയുക. ആരോഗ്യത്തിൻ്റെ മുഖം മൂടിയിട്ട് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന യോഗയുടെ ഉള്ളിലടങ്ങിയിരിക്കുന്നത് ഇതൊക്കെയാണ്. ഇന്ന് യോഗ കോടിക്കണക്കിന് ഡോളർ വരുമാനമുള്ള ഒരു വലിയ വ്യവസായമാണ്. സ്ട്രെസ് കുറയ്ക്കാം, ഫിറ്റ്നസ് നേടാം, സന്തോഷം കണ്ടെത്താം എന്നൊക്കെ പറഞ്ഞ് ആരോഗ്യത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞാണ് യോഗ ഇന്ന് നമ്മുടെ മുൻപിൽ എത്തുന്നത്. നമ്മൾ അറിയാതെ ഒരു കെണിയിൽ പെട്ടുപോകുന്നത് പോലെയാണിത്. കേവല ശരീരത്തിൻ്റെ ആരോഗ്യം നേടാനായി നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന ഒന്നിൻ്റെ വാതിലാണ് നമുക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ബൈബിൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നുകൂടെ നമുക്ക് പരിശോധിക്കാം. ഇവിടെയാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. ഹൈന്ദവ ദൈവങ്ങളെയും അന്യദേവന്മാരെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു ആചാരം നമുക്ക് എങ്ങനെ സ്വീകരിക്കാൻ കഴിയും? നമ്മുടെ കർത്താവിനെ ഉപേക്ഷിക്കാതെ യോഗ പരിശീലിക്കാൻ സാധിക്കുമോ? വചനം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഒന്നാമതായി, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് ബൈബിൾ ഉറപ്പോടെ പറയുന്നു. 1 കൊരിന്ത്യർ 6:19 വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നു. ഈ ആലയത്തിൽ, അതായത് നമ്മുടെ ശരീരത്തിൽ, നമ്മൾ ആരെയാണ് ആരാധിക്കേണ്ടത്? ജീവനുള്ള ദൈവത്തെയോ അതോ അന്യദേവന്മാരെയോ? നമ്മുടെ നാവിലൂടെ ആരെയാണ് സ്തുതിക്കേണ്ടത്? ജീവനുള്ള ദൈവത്തെയോ അതോ അന്യദേവന്മാരെയോ? രണ്ടാമതായി, ദൈവം നമുക്ക് തന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനകളിലൊന്ന് പുറപ്പാട് പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു. 20-3 ഞാനല്ലാതെ അന്യദേവന്മാർ നിനക്കുണ്ടാകരുത്. യോഗയിലെ പല ആസനങ്ങളും മന്ത്രങ്ങളും മറ്റ് ദൈവങ്ങളെയും ശക്തികളെയും പ്രീതിപ്പെടുത്താനുള്ളതാണ്. അത് ദൈവകൽപ്പനയുടെ നഗ്നമായ ലംഘനമായി മാറും. മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. യോഗയിൽ ഒരാൾ ചെയ്യുന്നത് മനസ്സിനെ ശൂന്യമാക്കുകയാണ്. എന്നാൽ ഫിലിപ്പി ലേഖനം 4:8
തിരുവചനം ഇപ്രകാരം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്: സത്യമായതും ഘനമായതും നീതിയായതും നിർമ്മലമായതും രമ്യമായതും സൽകീർത്തിയായതും സൽഗുണവും പുകഴ്ചയുമായതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. നമ്മുടെ മനസ്സിനെ ദൈവവചനം കൊണ്ട് നിറയ്ക്കുമ്പോൾ അവിടെ പിശാചിന് സ്ഥാനമില്ലാതാകും. എന്നാൽ ശൂന്യമായ മനസ്സിലേക്ക് ഏതു ദുരാത്മാവും കടന്നു വരുവാൻ എളുപ്പമാണ്. ഇനി വിചിത്രമായ ഒരു കാര്യം കൂടെ, ചിലരൊക്കെ ക്രിസ്ത്യൻ യോഗ എന്ന പേരിൽ പുതിയൊരു യോഗ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എങ്ങനെ അശുദ്ധമായ ഒന്നിൽ നിന്ന് വിശുദ്ധമായതിനെ വേർതിരിക്കാനാകും? ഹൈന്ദവ ആരാധനയിൽ നിന്ന് അതിൻ്റെ ചടങ്ങുകൾ മാത്രം അടർത്തിയെടുത്ത് സ്തോത്രവും ഹാലലിയായും ഒക്കെ കൂട്ടിച്ചേർത്ത് ക്രിസ്തീയമെന്ന് പേരിടുന്നത് നമ്മെ തന്നെ വഞ്ചിക്കുന്നതിന് തുല്യമല്ലേ? വിഷക്കുപ്പിക്ക് പഞ്ചസാര എന്ന ലേബൽ ഒട്ടിക്കുന്നത് പോലെയുള്ള വിവരദോഷമാണിത്. പ്രധാനമായും നമ്മുടെ തിരഞ്ഞെടുപ്പ് ഈ വാക്കുകൾ നിങ്ങളെ ഭയപ്പെടുത്താനല്ല, മറിച്ച് ആത്മീയമായ ഒരു അപകടത്തിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. യോഗ വെറും ഒരു വ്യായാമമല്ല. അതിൻ്റെ വേരുകൾ ഹൈന്ദവ മതത്തിലും അതിൻ്റെ ആരാധനാ രീതികളിലുമാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് പൂർണ്ണമായും വിരുദ്ധമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നിങ്ങളൊരമ്പലത്തിൽ പോയി ദേവനെ പൂജിക്കുന്നത് പോലെയാണ് നിങ്ങൾ യോഗ ചെയ്യുമ്പോൾ ചെയ്യുന്നത്. പതിവായി അമ്പലത്തിൽ പോയി ഹൈന്ദവ ദേവനെയോ ദേവിയെയോ പൂജിച്ചിട്ട് നിങ്ങൾക്കൊരു ക്രിസ്ത്യാനിയായി എങ്ങനെ ജീവിക്കുവാൻ സാധിക്കും? യോഗ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ സാധിക്കും? ഞാൻ ഇത്രയൊക്കെ പറയുമ്പോൾ ഒരു വ്യായാമം എന്നുള്ള നിലയിൽ യോഗയെ കാണുന്ന ധാരാളം ക്രൈസ്തവരുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളിത് പതിവായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നറിയാം. നമ്മുടെ അച്ഛന്മാരും കന്യാസ്ത്രീകളുമൊക്കെ പല ആശ്രമങ്ങളിലും മഠങ്ങളിലുമൊക്കെ ഇത് പഠിപ്പിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. ശരീരത്തിന് വ്യായാമം വേണ്ടേ എന്നൊരു ചോദ്യവും എൻ്റെ മുൻപിൽ നിങ്ങൾ പലരും ഉയർത്തുന്നുണ്ടെന്നും അറിയാം. തീർച്ചയായും ശരീരത്തിന് ആരോഗ്യം വേണം, അതിന് വ്യായാമവും വേണം. നമുക്ക് നടക്കാം, ഓടാം, ലളിതമായ സ്ട്രെച്ചിങ് വ്യായാമങ്ങളെല്ലാം ചെയ്യാം, നീന്താം, നൃത്തം ചെയ്യാം. അതിലൊന്നും ഒരു ആത്മീയ അപകടവും ഒളിഞ്ഞിരിപ്പില്ല. മനസ്സിന് ശാശ്വതമായ സമാധാനം വേണോ? ലോകം തരുന്ന ക്ഷണികമായ സമാധാനത്തിനും പിന്നാലെ പോകണമോ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. യോഹന്നാൻ 14:27 യേശു പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ദൈവവചനം വായിക്കുക, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക, കർത്താവിനോട് സംസാരിക്കുക. അപ്പോൾ സ്വർഗം തരുന്ന ദിവ്യമായ സമാധാനം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ നിറയപ്പെടും. നമ്മുടെ ഓരോ തിരഞ്ഞെടുപ്പുകളും ഓരോ പ്രവൃത്തികളും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ളതാകണം. ലോകത്തിൻ്റെ വഴികളെ വിവേകത്തോടെ തിരിച്ചറിയാനും സത്യത്തിൽ നിലനിൽക്കാനും പരിശുദ്ധാത്മാവിനോട് വിധേയപ്പെട്ട് ജീവിക്കുവാനും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. കേവലം ശാരീരിക ആരോഗ്യം പ്രതീക്ഷിച്ച് യോഗ പോലുള്ള കെണികളിൽ കുടുങ്ങി നിത്യമായ ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത് എന്നൊരപേക്ഷയോടെ ഞാൻ നിർത്തട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഈ സത്യം അറിയാതെ പോകുന്ന നിങ്ങളുടെ സ്നേഹിതർക്ക്, കൂട്ടുകാർക്ക് ഇത് പങ്കിടുക. ദൈവം നമ്മെ എല്ലാവരെയും കൃപയിൽ കാക്കട്ടെ.